വെൽക്കം ടു ജാസ് നെറ്റ്വർക്ക്. സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹയർ സെക്കൻഡറി തലത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. 10ാം ക്ലാസ് വരെ നിങ്ങൾ ബയോളജി എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? എന്താണ് ബയോളജി? ബയോളജി എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസത്തെ കുറിച്ച് പഠിക്കുന്നതാണ് ബയോളജി. ബയോ മീൻസ് ലിവിങ്. ബയോ എന്ന് പറഞ്ഞാൽ ലിവിങ്, ലോഗോസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി. അപ്പോൾ ലിവിങ് ഓർഗാനിസത്തെ കുറിച്ച് പഠിക്കുന്നതാണ് ബയോളജി. അതിൽ നമ്മൾ ലിവിങ് ഓർഗാനിസം ഏതൊക്കെയായിരുന്നു? പ്ലാന്റ്സ്, ആനിമൽസ്, ഇതിനെ കുറിച്ചൊക്കെ ആണ് അതിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി മുതൽ അതിനെ നമ്മുടെ 2 ശാഖകളായിട്ട് തിരിക്കുന്നു. ഒന്ന് ബോട്ടണി, ഒന്ന് സുവോളജി. ബോട്ടണി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്നതിനാണ് ബോട്ടണി എന്ന് പറയുന്നത്. ആനിമൽസിനെ കുറിച്ച് പഠിക്കുന്നതിന് സുവോളജി എന്ന് പറയും. NCERTയുടെ ബയോളജി ബുക്കാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ 22 ചാപ്റ്റേഴ്സ് ഉണ്ട്. 11 ബോട്ടണിയിലേതും 11 ചാപ്റ്റേഴ്സ് സുവോളജിയുടേതുമാണ്. ഞാൻ ബോട്ടണിയാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ പേര് ജാസ്മിൻ. ബോട്ടണിയിലെ ആദ്യത്തെ ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. പക്ഷേ സാധാരണയായിട്ട് ഞാൻ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് എടുത്തിട്ടാണ് ചാപ്റ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഇവിടെയും തുടരുന്നു. ഇന്ന് ഞാനൊരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആണ് എടുക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരുപാട് സംഗതികൾ നമുക്ക് നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോഴും മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ അറിവില്ലായിരിക്കാം, ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് റീകോൾ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് പഠിപ്പിക്കും. അത് നിങ്ങൾ നല്ലതുപോലെ ഹൃദ്യസ്ഥമാക്കി വെക്കണം. കാരണം ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സിലെല്ലാം പല സ്ഥലങ്ങളിലും ഇത് മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതെന്താണെന്ന് അറിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് അത് പ്രത്യേകം ഇന്ന് പഠിപ്പിച്ചു തരുന്നത്. അപ്പം നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സിലേക്ക് പോകുമ്പോൾ അത് പല സ്ഥലങ്ങളിലും ഞാൻ ആ ടേംസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അതെന്താണെന്ന് പിടികിട്ടുകയും ചെയ്യും. മനസ്സിലായല്ലോ? ഇനി ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ സാധാരണ ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നത് പോലെ ഈ ക്ലാസ്സിനെ കാണരുത്. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ അതിൽ ഞാൻ പറയുന്ന പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ച് ഒരു നല്ല നോട്ട് ഉണ്ടാക്കി എടുക്കണം. മറ്റൊരാൾ തരുന്ന നോട്ട് കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുമല്ലോ. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് ബോട്ടണി. പല കുട്ടികളും അത് തെറ്റിച്ചെഴുതാറുണ്ട്, ONY എന്ന് എഴുതാറുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കണം. ബോട്ടണി എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് BOTANY. ഹു ഇസ് ദ ഫാദർ ഓഫ് ബോട്ടണി? ആരാണ് ബോട്ടണിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? തിയോഫ്രാസ്റ്റസ്. തിയോഫ്രാസ്റ്റസ് എന്ന സയന്റിസ്റ്റ് ആണ് ബോട്ടണിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. എന്താണ് ഒരു സെൽ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എ സെൽ? സെൽ ഈസ് ദി ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നതാണ് സെൽ എന്ന് പറയുന്നത്. എല്ലാ ജീവികളുടെയും ശരീരം സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് നമ്മൾ സെല്ലിനെ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. സെല്ലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഒരു സെല്ലിന് എന്തെല്ലാം ഭാഗങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത്? ഒരു സെല്ലിന് പ്രധാനമായിട്ട് സെല്ലിനുള്ളത് ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്. അതിനകത്ത് സൈറ്റോപ്ലാസം, അതിന്റെ സെന്ററിലായിട്ട് ഒരു ന്യൂക്ലിയസ്. അതെല്ലാ സെല്ലിനും ഉള്ള സെല്ലിന്റെ പ്രധാന. നമ്മൾ സെല്ലിന് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇനി ഒരു പ്ലാന്റ് സെല്ലിലാണെങ്കിൽ ഈ സെൽ മെംബ്രെയിനെ കൂടാതെ അഡീഷണൽ ആയിട്ട് അതിന് ഒരു സെൽ വോൾ കൂടി ഉണ്ടായിരിക്കും. സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് എല്ലാ സെല്ലിനും ഉള്ളതാണ്. ഇത് പ്ലാന്റ് സെല്ലിന് അധികമായിട്ടുള്ളതാണ് സെൽ വോൾ എന്ന് പറയുന്നത്. അപ്പോൾ സെൽ വോൾ ഒരു പ്ലാന്റ് സെല്ലിനെയും ആനിമൽ സെല്ലിനെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നാണ് ഈ സെൽ വോൾ എന്ന് പറയുന്നത്. ഇനി എത്ര തരം സെല്ലുകളുണ്ട്? സെല്ല് മെയിനായിട്ട് 2 തരം സെല്ലാണുള്ളത്. ഒന്ന് യൂകാരിയോട്ടിക് സെൽ, വേറൊന്ന് പ്രോകാരിയോട്ടിക് സെൽ. എന്താണ് യൂകാരിയോട്ടിക് സെൽ? എ സെൽ വിത്ത് എ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഈസ് കോൾഡ് യൂകാരിയോട്ടിക് സെൽ.
വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള സെല്ലിനെയാണ് യൂകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഒരു ട്രൂ ന്യൂക്ലിയസ് ഉള്ള സെല്ലിനെ യൂകാരിയോട്ടിക് സെൽ എന്ന് പറയും. ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ്. എന്താണ് ഡെഫിനിറ്റ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ? ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ആ ന്യൂക്ലിയസിന് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ, പുറമേ ഒരു മെംബ്രെയിൻ ഉണ്ടായിരിക്കണം, അതിനകത്ത് ന്യൂക്ലിയോപ്ലാസം ഉണ്ടായിരിക്കണം, അതിനകത്ത് ക്രോമാറ്റിൻ റെറ്റിക്കലം ഉണ്ട്, ഒരു ന്യൂക്ലിയോളസ് എന്ന് പറയുന്ന ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ അതിനൊരു ന്യൂക്ലിയർ മെംബ്രെയിനും അതില് ന്യൂക്ലിയോപ്ലാസം ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ മെംബ്രെയിൻ ഒന്നും ഇല്ലെങ്കിൽ അതിന് നമുക്കൊരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലിനെ പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയും. ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഉള്ള സെല്ലിനെ യൂകാരിയോട്ടിക് സെൽ എന്ന് പറയും. ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലിനെ പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയും. A cell with a definite nucleus is called eukaryotic cell. A cell without a definite nucleus is called prokaryotic cell. Prokaryotic cellin example ഏതാണ്? ബാക്ടീരിയ. ബാക്ടീരിയ സെല്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് സെൽ വോൾ ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, അതിനകത്ത് സൈറ്റോപ്ലാസം ഉണ്ട്, അതിന്റെ സെന്ററില് ഒരു ക്രോമാറ്റിൻ കിടക്കുന്നു. പക്ഷെ അതിനെ ചുറ്റി ഒരു മെംബ്രെയിൻ ഇല്ല. ഇവിടെ ആ സൈറ്റോപ്ലാസത്തിൽ, ഈ സെൽ മെംബ്രെയിൻ കഴിഞ്ഞുള്ള സൈറ്റോപ്ലാസത്തിലാണ് ആ ക്രോമാറ്റിൻ കിടക്കുന്നത്. അതുകൊണ്ട് അതിന് നമുക്കൊരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് എന്നതിനെ വിളിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് കിടക്കുന്ന ഈ റീജിയനെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കും ന്യൂക്ലിയോയിഡ് എന്ന് പറയും. അത് കിടക്കുന്ന ആ റീജിയനെ ന്യൂക്ലിയോയിഡ് എന്ന് പറയും. അപ്പോൾ രണ്ട് ടൈപ്പ് സെല്ലുണ്ട്, പ്രോകാരിയോട്ടിക് സെൽ, യൂകാരിയോട്ടിക് സെൽ. ഇനി ജീവികളുടെ ശരീരമെല്ലാം സെല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എത്ര സെല്ലുണ്ട്? ഓരോ ജീവിക്കും സെല്ലിന്റെ എണ്ണം വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. ഏറ്റവും ലോവർ ആയിട്ടുള്ള ഓർഗനിസത്തിൽ ഒരു സെല്ലുള്ള ജീവികളുണ്ടല്ലേ. അപ്പോൾ ഒരു സെല്ലുള്ള ജീവികളെ യൂണിസെല്ലുലാർ ഓർഗനിസം എന്ന് പറയും. അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗനിസം എന്ന് പറഞ്ഞാൽ an organism with a single cell, ഒരു സെല്ല് മാത്രമുള്ള ഓർഗനിസത്തെയാണ് യൂണിസെല്ലുലാർ ഓർഗനിസം എന്ന് പറയുന്നത്. ഇനി ഒന്നിലധികം സെൽ ഉണ്ടെങ്കിലോ? More than one cell, an organism which possesses more than one cell is called multicellular organism. ഒന്നിലധികം സെല്ലുകൾ ഉണ്ടെങ്കിൽ മൾട്ടിസെല്ലുലാർ ഓർഗനിസം എന്ന് പറയും. മൾട്ടിസെല്ലുലാർ ഓർഗനിസത്തിൽ തന്നെ കുറേ സെല്ലുകൾ കൂടിച്ചേർന്ന് ഒരു ഫംഗ്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേറെ പേര് പറയും. എന്ത് പേര് പറയും? ഗ്രൂപ്പ് ഓഫ് സെൽസ്. കുറേ സെല്ല് കൂടിച്ചേർന്നിരിക്കുമ്പോൾ എന്ത് പേര് പറയും? അതിനെ ടിഷ്യൂസ് എന്ന് പറയും. അപ്പോൾ കുറേ സെല്ല് കൂടിച്ചേർന്ന് ഒരു ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അത് ടിഷ്യൂസ് എന്നാണ് പറയുന്നത്. ഇനി കുറെ കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഓർഗനിസത്തിൽ വരുമ്പോൾ ഈ ടിഷ്യൂസ്, കുറെ ടിഷ്യൂസ് ഒക്കെ ചേർന്നിട്ട് അത് ഒരു ഓർഗൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഒരു ഓർഗൻ, ഓരോ അവയവം, ഓരോ പ്രവൃത്തി ചെയ്യാനുള്ള ഓരോ ഓർഗൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇനി കുറെ കൂടി ഹയർ ഓർഗനിസത്തിൽ വരികയാണെങ്കിൽ ആ ഓർഗൻ, കുറെ ഓർഗൻസ് ചേർന്നിട്ട് അതൊരു സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മളിൽ കുറെ സിസ്റ്റംസ് ഉണ്ട്. നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇങ്ങനെ ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. ഒരുപാട് ഓർഗൻസ് കൂടി ചേർന്നിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ശ്വസന വ്യവസ്ഥയിൽ നമ്മുടെ നേസൽ ഓപ്പണിംഗ് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ലങ്സ്, ഇങ്ങനെ ഒരുപാട് അവയവങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്നിട്ടാണ് ആ റെസ്പിറേറ്ററി സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ മൗത്ത് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റൊമക്ക് ഉണ്ട്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, ഇങ്ങനെ പാൻക്രിയാസ്, ഇങ്ങനെ ഒരുപാട് ഓർഗൻ കൂടി ചേർന്നിട്ട് ഒരു വലിയ ഓർഗൻ സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ആദ്യം
ഒരു സെല്ലായിരുന്നു, പിന്നീട് അത് ടിഷ്യൂസ്, കുറെ സെല്ല് കൂടി ടിഷ്യൂസ് ആയി, കുറെ ടിഷ്യൂസ് ഒക്കെ കൂടി ഓർഗനായി, കുറെ ഓർഗൻസ് കൂടി ഓർഗൻ സിസ്റ്റമായിട്ട് മാറി. അപ്പോൾ നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പ്ലാന്റ്സിന് ജീവനുണ്ട്. ജീവനുള്ളത് കൊണ്ട് അവ വളരുന്നുണ്ട് അല്ലെ. വളരണമെങ്കിൽ എന്ത് ചെയ്യണം? വളരണമെങ്കിൽ ഫുഡ് വേണം അല്ലെ. പ്ലാന്റ്സിന് എവിടെ നിന്നാണ് ഫുഡ് കിട്ടുന്നത്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്ലാന്റ്സ് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നു. ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ബൈ ഫോട്ടോസിന്തസിസ് അല്ലെ. എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്? ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ കാർബോഹൈഡ്രേറ്റ് by using carbon dioxide and water in presence of sunlight. ഹരിത സസ്യങ്ങൾ ഗ്രീൻ പ്ലാന്റ്സ് ആണ് ഉണ്ടാക്കുന്നത് അല്ലെ. ഗ്രീൻ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചിട്ട് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാർബോഹൈഡ്രേറ്റ്, അതായത് ഫുഡ് ഉണ്ടാക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ ഓർഗാനിസംസ് വിച്ച് ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ആർ നോൺ ഈസ് ഓട്ടോട്രോഫിക് ഓർഗാനിസംസ്. സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്ന ഓർഗാനിസത്തെ ഓട്ടോട്രോഫിക് ഓർഗാനിസം എന്ന് പറയും. സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ പറ്റാത്തവര് മറ്റുള്ളവയെ ആശ്രയിക്കുന്നു, അതായത് മറ്റ് പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള ഓർഗാനിസം എല്ലാം പ്ലാന്റ്സിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് അല്ലെ. അങ്ങനെ പ്ലാന്റ്സിനെ ആശ്രയിച്ച് കഴിയുന്ന, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്, മറ്റുള്ളവയെ ആശ്രയിച്ച് കഴിയുന്നവയെ ഹെറ്ററോട്രോഫിക് ഓർഗാനിസം എന്ന് പറയും. അപ്പോൾ ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ, ആഹാര രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ there are two type of organisms, autotrophic organisms and heterotrophic organisms. Autotrophic organisms prepare their own food. Heterotrophic organisms, they cannot prepare their food, so they depend on others. ഫുഡിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. ഇനി കുറച്ച് ഹയർ ഓർഗാനിസം വരുമ്പോൾ, ആനിമൽസിന്റെ കേസിൽ വന്നാൽ അവർ ഹെറ്ററോട്രോഫിക് ഓർഗാനിസം തന്നെയാണ് എങ്കിൽ തന്നെയും അവരുടെ ആഹാര രീതിക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. എന്നു വെച്ചാല് സാധാരണ ലോവർ ഓർഗാനിസം എല്ലാം ഫുഡ് അബ്സോർബ് ചെയ്യുന്നു. പക്ഷെ ഈ ആനിമൽസിലൊക്കെ അങ്ങനെയല്ല. അവര് ഫുഡ് ഇൻജക്ഷൻ ടൈപ്പ് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ അവർ സ്വോളോ ചെയ്യുന്നു. അവർക്കൊരു മൗത്ത് ഉണ്ട്. ആ ഫുഡ് മൗത്തിലൂടെ ഉള്ളിലേക്ക് കൊടുക്കുന്നു. അത് അകത്ത് ഇൻഡസ്ട്രിയിൽ ചെന്ന് കഴിയുമ്പോഴാണ് അതിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. അങ്ങനെയുള്ള ഓർഗാനിസത്തെ വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത്. ദേ ആർ ഹോളോസോയിക് ഓർഗാനിസംസ്. അപ്പോ അങ്ങനെ വായിലൂടെ ഭക്ഷണം കഴിക്കുന്ന ആനിമൽസ് ഉൾപ്പെടുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ ഹോളോസോയിക് ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി ദർ ആർ 3 types ഓഫ് ഓർഗാനിസംസ്: ഓട്ടോട്രോഫിക്, ഹെറ്ററോട്രോഫിക് ആൻഡ് ഹോളോസോയിക്. ഹോളോസോയിക് എന്ന് പറയുന്ന അവര് ഹെറ്ററോട്രോഫിക് തന്നെയാണ്. അവർക്ക് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ കഴിവില്ല എങ്കിൽ തന്നെയും ഈ കാറ്റഗറി ആയിട്ട് നമ്മൾ അതിനെ പറയാറില്ല. അവരെ വേറൊരു കാറ്റഗറി ആയിട്ട് നിർത്തുന്നു, ഹോളോസോയിക്. മനസ്സിലായല്ലോ? നമ്മൾ സെല്ലിനെ കുറിച്ച് പറഞ്ഞു, സെല്ലിന്റെ ന്യൂക്ലിയസിനെ കുറിച്ച് പറഞ്ഞു. ന്യൂക്ലിയസിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞു. ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോപ്ലാസം, ന്യൂക്ലിയോളസ്, ക്രോമാറ്റിൻ റെറ്റിക്കുലം. സെല്ലിനകത്ത്, ന്യൂക്ലിയസിനകത്ത് ഇതുപോലെ കെട്ടുപണിഞ്ഞു കിടക്കുന്ന കുറെ ക്രൊമാറ്റിനുകളുണ്ട്. ക്രൊമാറ്റിൻ എന്ന് പറയുന്നത് ദേ ആർ DNA ഇന്റർവൈൻ വിത്ത് പ്രോട്ടീൻ. പ്രോട്ടീനുമായിട്ട് ചേർന്ന് കിടക്കുന്ന DNA-കൾ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ആ DNA-കളാണ് ക്രോമാറ്റിൻ എന്ന് പറയുന്നത്. അത് ലോങ് ത്രെഡ് ആണ്. അപ്പോൾ കിലോമീറ്ററോളം നീളമുള്ള ത്രെഡുകളായിട്ടാണ് അതിരിക്കുന്നത്. അത് ഇത്രയും നീളമുള്ള നേർത്തതായതുകൊണ്ട് അത് കെട്ടുപിണഞ്ഞു കിടക്കുന്നു. അതാണ് നമ്മൾ റെറ്റിക്കുലം എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് പോലെ കാണപ്പെടുന്നത് കൊണ്ടാണ് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അപ്പോ ഈ ക്രോമാറ്റിൻസ് അത് സെൽ ഡിവിഷന്റെ സമയമാകുമ്പോൾ ഈ ക്രോമാറ്റിൻസ് കണ്ടൻസ് ചെയ്ത് ഷ്രിങ്ക് ചെയ്ത് ചെറുതായി വരുന്നു. അപ്പൊ അത്രയും നീളം ഉണ്ടായിരുന്ന സാധനം അത് ചെറുതായി വന്നിട്ട് വണ്ണം കൂടി ചെറുതായിട്ട് വരും. അപ്പോൾ അതിന്റെ പേര് നമ്മൾ വേറെ പേരിലാണ് അറിയപ്പെടുന്നത്. ദേ ആർ ക്രോമസോംസ്. ആദ്യം ക്രോമാറ്റിൻ എന്ന് പറഞ്ഞിരുന്നത് ഇപ്പോ ക്രോമസോം എന്നാണ് അറിയപ്പെടുന്നത്. സെൽ ഡിവിഷന്റെ സമയമാകുമ്പോൾ അതിന്റെ പേര് മാറി ക്രോമസോം എന്ന് പറയും. ഇനി ഓരോ ഓർഗാനിസത്തിലെയും സെല്ലിനകത്തുള്ള ക്രോമസോമിന് ഒരു നിശ്ചിത എണ്ണം ക്രോമസോം ഉണ്ടായിരിക്കും. അത് ഓരോ ഓർഗാനിസത്തിനും. അപ്പോ ഹ്യൂമൻ ബീയിങ്സിൽ നിങ്ങൾക്കറിയാം എത്ര ക്രോമസോം ആണുള്ളത്? 46 ക്രോമസോം ഉണ്ട് അല്ലേ? അപ്പോ
അതുപോലെ ഇപ്പൊ ഒരു ഒണിയനിലാണെങ്കിൽ 16 നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ട്. അതുപോലെ ഒരു ഫ്രൂട്ട് ഫ്ലൈയിലാണെങ്കിൽ 8 ക്രോമസോംസ് ആണുള്ളത്. അപ്പൊ അങ്ങനെ ക്രോമസോമിന്റെ എണ്ണം ഓരോ ഓർഗാനിസത്തിലും വ്യത്യാസപ്പെട്ടിരിക്കും. നമുക്ക് 46 ക്രോമസോം ഉണ്ടെന്ന് പറഞ്ഞു. അതിന് നമ്മൾ വേറൊരു രീതിയിലും പറയും. എങ്ങനെ പറയും? 23 പെയേഴ്സ് എന്ന് പറയും. അപ്പോ 46 എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 23 പെയേഴ്സ് എന്ന് പറയും. 23 പെയേഴ്സ് എന്ന് പറയാൻ കാരണം 23 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രോമസോം ആണ് നമുക്കുള്ളത്. 23 പലതരത്തിലുള്ള ക്രോമസോം, അത് പല ഷേപ്പിലോ ഒക്കെ ഇരിക്കും. അങ്ങനെയുള്ള പല ക്രോമസോം 23 എണ്ണം ക്രോമസോം ഉണ്ട്. അതേപോലത്തെ തന്നെ ഒരു 23 കൂടിയുണ്ട്. മനസ്സിലായോ? അപ്പോ ആദ്യത്തെ ക്രോമസോം എങ്ങനെയാണോ അതേപോലെ തന്നെ ഒരെണ്ണമുണ്ട്. രണ്ടാമത്തത് എങ്ങനെയാണോ അതുപോലെ ഒരെണ്ണമുണ്ട്. അങ്ങനെ ഈ 23 എണ്ണത്തിന്റെയും അതേപോലെ തന്നെ ഒരു കോപ്പി കൂടി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ 23 പെയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഹയർ ഓർഗാനിസത്തിലെല്ലാം തന്നെ ഇതുപോലെ 2 സെറ്റ് ക്രോമസോം ഉണ്ടായിരിക്കും. ആദ്യത്തെ 23യെ നമ്മള് ഒന്നാമത്തെ സെറ്റ്, ഒരു സെറ്റ് കൂടിയുണ്ട്, അതിനാണ് നമ്മൾ രണ്ടാമത്തെ സെറ്റ്. അപ്പോ ഒരു സെറ്റ് ക്രോമസോം എന്നുള്ളതിന് നമ്മൾ 23 എന്നുള്ളതിന് നമ്മൾ N എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു സെറ്റ്. മനസ്സിലായോ? അപ്പോ ഒരു സെറ്റ് 23, അപ്പോ 2 സെറ്റ് 46 എന്ന് പറയുന്നത് 2N എന്ന് പറയും. ചില ഓർഗാനിസത്തിൽ ഒരു സെറ്റ് മാത്രമേ കാണുള്ളൂ. അങ്ങനെ ഒരു സെറ്റ് മാത്രമുള്ള ഓർഗാനിസത്തെ ഹാപ്ലോയിഡ് ഓർഗാനിസം എന്ന് പറയും. 2 സെറ്റ് ഉള്ള ഓർഗാനിസത്തെ ഡിപ്ലോയിഡ് ഓർഗാനിസം എന്ന് പറയും. ഒരു സെറ്റ് മാത്രമുള്ളത് ഹാപ്ലോയിഡ്, 2 സെറ്റ് ഉള്ളത് ഡിപ്ലോയിഡ്. അപ്പൊ ലോവർ ഓർഗാനിസത്തിലൊക്കെ ഒരു സെറ്റേ ഉണ്ടായിരിക്കുള്ളൂ, അതിന് ഹാപ്ലോയിഡ് എന്ന് പറയും. 2 സെറ്റ് ഉള്ളതിനെ ഡിപ്ലോയിഡ് ഓർഗാനിസം എന്ന് പറയും. എന്താന്ന് മനസ്സിലായല്ലോ? ഇനി സെൽ ഡിവിഷൻ. എത്ര തരം സെൽ ഡിവിഷൻ ഉണ്ട്? ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സെൽ ഡിവിഷൻ, ഏതെല്ലാം തരം സെൽ ഡിവിഷൻ ആണുള്ളത്? there are 2 types of cell division, mitosis and meiosis. അപ്പോൾ സെൽ ഡിവിഷൻ 2 തരം സെൽ ഡിവിഷൻ ആണുള്ളത്, മൈറ്റോസിസ്, മിയോസിസ്. മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സെല്ല് ഡിവിഷൻ നടക്കുമ്പോൾ, ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് നടക്കുന്നതെങ്കിൽ ഒരു സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു സെല്ല് ഇവിടെ എടുക്കാം. ആ സെല്ലില് ഇപ്പോ ഇതിന്റെ ക്രോമസോം നമ്പർ 2N = 8, അതായത് ഡിപ്ലോയിഡ് സെല്ലാണ് അല്ലെ. 2N എന്ന് വരുമ്പോഴേ അറിയാലോ ഡിപ്ലോയിഡ് ആണെന്ന്. 2 സെറ്റ് ക്രോമസോം ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ 2N എന്ന് എഴുതുന്നത്. അപ്പോ ആ 2 സെറ്റിന്റെ നമ്പർ ആണ് 8 എന്ന് പറയുന്നത്. അപ്പൊ 2N = 8 ക്രോമസോം ഉള്ള ഒരു സെല്ല്. ആ സെല്ല് മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഇങ്ങനെ 2 സെല്ലായിട്ട് മാറുന്നു. അപ്പോ ആഫ്റ്റർ മൈറ്റോട്ടിക് ഡിവിഷൻ there are 2 daughter cells. 2 daughter സെൽ ഉണ്ടായി. പാരന്റ് സെല്ല് ഒന്നായിരുന്നു, ഇപ്പൊ നമുക്ക് 2 സെല്ലുണ്ട്. ഇനി ക്രോമസോം നമ്പർ നോക്കിക്കേ. ക്രോമസോം നമ്പറിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആദ്യം പാരന്റിൽ 2N = 8 ആയിരുന്നു, ഇപ്പൊ 2 ഡോട്ടർ സെൽ ഉണ്ടായി, 2ലും 8 തന്നെ. അപ്പോ നോ ചേഞ്ച്. ക്രോമസോം നമ്പറിന് ഇവിടെ ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പോ ഇങ്ങനെ ക്രോമസോം നമ്പറിന് ചേഞ്ച് വരാത്തത് കൊണ്ട് ഈ ഡിവിഷനെ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയും. മനസ്സിലായല്ലോ? ഇക്വേഷണൽ ഡിവിഷൻ. എന്തുകൊണ്ടാണ് ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയുന്നതെന്ന് മനസ്സിലായല്ലോ? ആഫ്റ്റർ മൈറ്റോസിസ് the chromosome number will be the same. There is no change in the chromosome number. Chromosome number ആദ്യം ഉണ്ടായിരുന്ന പോലെ തന്നെ നിൽക്കുന്നു. ഇപ്പോ അതിന് ഒരു ചേഞ്ചും വരുന്നില്ല. അതുകൊണ്ട് ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയും. മനസ്സിലായോ? ഇനി മിയോസിസ്. മിയോസിസിൽ എന്ത് സംഭവിക്കുന്നു? മിയോസിസിൽ ഒരു സെല്ല്, ഈ ഒരു സെല്ല് മിയോസിസ് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്ന് നോക്കാം. മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞപ്പോ ഒരു സെല്ല് 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. പടം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. മിയോസിസ്, മൈറ്റോസിസ് മറന്നു പോകരുത്. അതിനാണ് ഞാൻ ഇങ്ങനെ വലുതായിട്ട് വരച്ച് കാണിച്ചു തന്നിരിക്കുന്നത്. ഒരു പാരന്റൽ സെൽ ആഫ്റ്റർ മിയോസിസ് അത് 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിന്റെ ക്രോമസോം നമ്പറിന് വന്ന ചേഞ്ച് മനസ്സിലോർത്തിരിക്കണം. ക്രോമസോം നമ്പർ ഇവിടെ എങ്ങനെ വന്നു? റെഡ്യൂസ്ഡ് ടു ഹാഫ്, പകുതിയായിട്ട് ചുരുങ്ങി. ഓരോ സെല്ലിലും 4 വീതം. നമ്മുടെ പാരന്റ് സെല്ലില് 8 ഉണ്ടായിരുന്നു, അതായത്
ഡിപ്ലോയിഡ് ആയിരുന്നു, ഇപ്പോൾ അത് ഒരു സെറ്റ് മാത്രമായിട്ട് ചുരുങ്ങി, അതായത് ഹാപ്ലോയിഡ് ആയിട്ട് മാറി. അപ്പോൾ അവിടെ ഒരു ക്രോമസോം നമ്പർ റെഡ്യൂസ് ചെയ്തു. സോ ദ ഡിവിഷൻ ഈസ് നോൺ ഏസ്, മിയോസിസ് ഈസ് നോൺ ഏസ് റിഡക്ഷൻ ഡിവിഷൻ. സെൽ ഡിവിഷൻ രണ്ട് തരമാണുള്ളത്, ഒന്ന് മൈറ്റോസിസ്, ഒന്ന് മിയോസിസ്. മൈറ്റോസിസിൽ ഒരു സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ക്രോമസോം നമ്പർ നോ ചേഞ്ച്, ക്രോമസോം നമ്പറിന് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. ഇനി മിയോസിസിലാണെങ്കിൽ ഒരു സെല്ല് നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ക്രോമസോം നമ്പർ റെഡ്യൂസ്ഡ് ടു ഹാഫ് ആയിട്ട് ചുരുങ്ങുന്നു, പകുതിയായിട്ട് മാറുന്നു. സോ ഇതിനെ റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഇത് തെറ്റിക്കരുത്, എന്താണ് മിയോസിസ് എന്താണ് മൈറ്റോസിസ് എന്നറിയണം. നിങ്ങൾക്ക് ഡീറ്റെയിൽ ഇത് പഠിക്കാനുണ്ട്, പക്ഷെ അത് പിന്നീടാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ ബുക്കിൽ വേറെ സ്ഥലങ്ങളിലെല്ലാം ഇത് വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ വരരുത്, തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാനിത് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി അത് ഹൃദ്യസ്ഥമാക്കി വെക്കണം, എങ്കിലേ നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സിലേക്ക് പോകുമ്പോൾ എളുപ്പമാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുമല്ലോ. താങ്ക് യു.